ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. രാവിലെയുള്ള ഗുരുവായൂരിൻ്റെ സിറ്റി കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹി എന്നെ ട്രിവാൻഡ്രത്ത് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് അവനുള്ള ഡ്രസ്സ് ജസ്റ്റ് നോക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആളുടെ സ്ഥലം നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് മീറ്റ് ചെയ്യുക. അവൻ ട്രിവാൻഡ്രത്ത് വരും, അപ്പോൾ ഞാൻ കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറി ട്രിവാൻഡ്രത്ത് വരുന്നു. അതല്ലെങ്കിൽ ആളിങ്ങോട്ടേക്ക് വരും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട പോലെ വേറൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. സാധാരണ ഞാൻ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ 1 മണിക്കൂറോളം പോസ്റ്റ് ആവാറാണ് പതിവ്. പക്ഷേ ഇന്നാൾ ഒരു 10 മിനിറ്റ് മുന്നേ വന്നിരിക്കുന്നതിൻ്റെ ഷോയാണ് ഗൈസ് നമ്മൾ ഈ കാണുന്നത്. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് താമരപ്പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. ആ ശ്രദ്ധയ്ക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കിയില്ല, ലാവിഷാക്കാന്ന് വെച്ചിട്ട് ഒരു തട്ടുകട കണ്ടുപിടിച്ച് തട്ടുകടയിൽ നിന്ന് ദോശ മേടിച്ച് കൂടെ ഓംലെറ്റും കഴിച്ചു. ഇപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ സാറ് പറഞ്ഞു തരും. ട്രിവാൻഡ്രത്ത് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു അടാറ് തട്ടുകട. അപ്പം നമ്മൾ ആദ്യം പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത് കല്യാൺ സിൽക്സിലേക്കാണ്. അവിടെ ആടി സൈഡ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്തായാലും ഇനി അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നൊക്കെ. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് പാളയത്തേക്ക് പോകുന്ന റൂട്ടാണ്. പാളയം പള്ളിയുടെ തൊട്ടടുത്തുള്ളതാണ് കല്യാൺ സിൽക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാളയം. ചർച്ചും മോസ്കും ടെമ്പിളും ഒക്കെ ഒരേ ഇടത്തുള്ള നമ്മുടെ ദ ഗ്രേറ്റ് പാളയം. ഒരുക്കമൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഏത് നേരത്തും ചീപ്പും പൊക്കി നടക്കും. അങ്ങനെ ഞങ്ങളത് അകത്തേക്ക് കയറി. അപ്പോൾ നമുക്ക് പോയത് ജെൻസിൻ്റെ പാർട്ടി വെയർ സെക്ഷനിലേക്കാണ്. 3rd ഫ്ലോറിലാണ്. ഞാൻ 2-3 മോഡൽസ് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് പിൻട്രസ്റ്റിൽ. അപ്പോൾ അത് ഇവരിങ്ങനെ കാണിച്ചു. ഇപ്പോൾ വാങ്ങിയാൽ ഇരുട്ടി വാങ്ങാം, അതുകൊണ്ടാണ് ഇപ്പം വാങ്ങാൻ തന്നെ. മാച്ചായിട്ടുള്ള 2-3 കിട്ടിയെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്നില്ല, നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് പോത്തീസിലോട്ടാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സവാരി തുടങ്ങിയിരിക്കുകയാണ്. എന്തോ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുഖം കണ്ടാൽ അറിയാം. യെസ്, നമ്മൾ പോത്തീസിലെത്തി. വീണ്ടും ജെൻസിൻ്റെ പാർട്ടി വെയർ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇനി അടുത്ത ഷോപ്പിൽ പോകണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാം. സോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ്. അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരെണ്ണം കിട്ടി. ഇനി അത് ഇട്ട് നോക്കിയിട്ട് ബാക്കി നോക്കാം. ദിസ് ഈസ് ഇറ്റ് എന്നൊരു ഫീൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വേറെ ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങളിതേ പോത്തീസിൽ നിന്നും ഇറങ്ങുകയാണ്. ഇനി അങ്ങോട്ട് പോകണം എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് 2 പേർക്കും പെട്ടെന്ന് തോന്നി ലുലു മോളിലേക്ക് പോകാം. അപ്പോൾ ഓഫ് ടു ലുലു മോൾ. അങ്ങനെ ഞങ്ങളിതേ ലുലു മോളിലെത്തി. അപ്പോൾ അവിടെ പോയി പാർക്കിംഗ് ചാർജ് വെറുതെ കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി വെച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ വണ്ടിയുടെ സീറ്റ് അടയുന്നില്ല. ആ വെയിലത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ തോറ്റിട്ട് വണ്ടിയുമായി അകത്തോട്ട് തന്നെ പോകാൻ പ്ലാനിട്ടു. പോവുകയാണ്. അകത്തേക്ക് കയറിയിട്ട് ഫസ്റ്റ് കണ്ട ഷോപ്പിലേക്ക് വെറുതെ ഒന്ന് കയറി നോക്കി. അങ്ങനെ അവിടെ ഇരുന്ന ഒരു ചെരുപ്പ് ഇഷ്ടമായി, അതങ്ങ് മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ബ്ലൂ കുർത്തി നോക്കി. അപ്പോൾ അതിൽ ഒരെണ്ണം ഇഷ്ടമായി. ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇട്ട് നോക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ ജസ്റ്റ് കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ വരുന്നു ഗായ്സ്, നമ്മുടെ കഥാനായകൻ. ഇതും കൊള്ളാം, പക്ഷേ ഇതിലും എനിക്ക് അങ്ങനത്തെ ഒരു എന്നൊരു മൊമെൻറ്റ് ഫീൽ ചെയ്തില്ല. സോ ഇതും നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇനി അടുത്ത ഷോപ്പിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ചെന്നത് മാന്യവർ എന്ന ഷോപ്പിലാണ്. അവിടെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്.
അപ്പോൾ നമ്മളെ ആദ്യം കാണിച്ച ബ്ലൂ കുർത്ത തന്നെ നമുക്ക് ഇഷ്ടമായി. അപ്പോൾ അത് തന്നെയാണ് ദേ ഇട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. യെസ്, എനിക്കും ഇതങ്ങ് ഇഷ്ടമായി. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് പാരൻസായിട്ട് വന്ന് ഒരുമിച്ച് മേടിക്കാമെന്നായിരുന്നു. പക്ഷേ ഇനി വന്നാൽ ഇത് കയ്യിൽ നിന്ന് പോയാലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ തന്നെ മേടിച്ചു. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 5:45 ഗുരുവായൂർ ഇൻ്റർസിറ്റിയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് കൊല്ലത്തേക്ക് പോകാൻ. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ ഇവനെ വന്ന് മീറ്റ് ചെയ്ത് പോകുമ്പോഴും ഒന്നെങ്കിൽ വഞ്ചനാട്ടിൽ പോവും, അല്ലെങ്കിൽ ഇതുപോലെ ഇൻ്റർസിറ്റിയിലാണ് പോവാറ്. അപ്പോൾ ബൈ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye. ബൈ.